ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ബാങ്കോക്കാണ്. ബാങ്കോക്കിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തൊരു ചൈനീസ് ഹോട്ടലാണ്. അതിൻ്റെ പേര് വരുന്നത് റോയൽ ബെഞ്ച എന്നാട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പം ബാങ്കോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൈറ്റാണ് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ഓൾസോ എനിക്ക് ചില സ്ഥലത്തൊക്കെ റേസിസം അനുഭവപ്പെട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. തായ്ലൻഡ് നിങ്ങൾ ആരെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞങ്ങൾ 2 സ്ഥലമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് സഫാരി പാർക്കാണ്. ഇത് പിള്ളേർക്കും അതുപോലെ തന്നെ അഡൽട്ട്സിനും ഇഷ്ടമാണ്. നല്ലൊരു സ്ഥലം കേട്ടോ. ഒരിക്കലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത്. ഇതൊരു പാർക്കുന്നതിന് ഉപരി ഒരു സൂം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ കുറേ ഷോസും ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റാത്ത പല ആനിമൽസും ഇവിടെയുണ്ട്. ഓൾസോ നല്ല മെയിൻറ്റെയിൻഡ് ആണ്. ഈ ഒരു നമ്മളിവിടെ ടിക്കറ്റ് എടുക്കുമ്പം അതിനകത്ത് നമുക്ക് ഇന്ത്യൻ ലഞ്ചും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡാണ്. ഒരു ബുഫേ പോലത്തെ ഒരു സിസ്റ്റം കേട്ടോ. നമുക്ക് നമ്മുടെ ടിക്കറ്റിൽ തന്നെ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് ഇരിക്കാനും പറ്റുള്ളൂ. ഫുഡ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഗൈഡായിട്ട് ഒരു മാനുവൽ കിട്ടും. അല്ലാതെ ഏതൊക്കെ സ്ഥലത്താണ് ഏതൊക്കെയുള്ളത് അങ്ങനെ ഒരു മാപ്പ് പോലത്തെ സാധനമൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഷോസ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസും ഷോസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടൈം ഷോ മിസ്സായെന്ന് വെച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. അത് ഷോ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വേറൊരു സമയത്തും കൂടെ കാണിക്കുന്നതാണ്. അപ്പം അത് നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് പല സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇവിടെ കുറേ ഷോസ് ഉണ്ട്. അപ്പം അതൊക്കെ കാണാൻ നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഡോൾഫിൻ്റെ ഷോ ഉണ്ട്, അതുപോലെ തന്നെ ബേർഡ്സിൻ്റെ ഷോ ഉണ്ട്, അതുപോലെ തന്നെ സീ ലയോൺ, അതുപോലെ തന്നെ ചിമ്പാൻസി ബോക്സിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈ ചിമ്പാൻസി ബോക്സിങ്ങും ബേർഡിൻ്റെ ഷോയൊക്കെ മിസ്സായായിരുന്നു. അപ്പം നിങ്ങൾ ഈ ഏതൊക്കെ ഷോസ് ഉണ്ട് അതൊക്കെ കൺസിഡർ ചെയ്ത് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കാണാൻ. ഫിഷസിനെയും ആനിമൽസിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പം അതൊക്കെ വാങ്ങാൻ ഇവിടെ തന്നെ സ്റ്റോൾസ് ഉണ്ട്. ഒരു മിനിമം 100 താഴെപ്പെട്ടെങ്കിലും നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഫുഡിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. സഫാരി പാർക്കിലെല്ലാം ഞാൻ എൻജോയ് ചെയ്തെങ്കിലും ഈ ഒരു സീൻ എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണെങ്കിലും ഒരു തെറ്റും ചെയ്യാതെ ഈ ഒരു ജയിലിൽ ഇങ്ങനെ കഴിയേണ്ട ഒരു അവസ്ഥ, അത് സത്യം പറഞ്ഞാൽ വളരെ വേദനാജനകമായിരുന്നു.
ഞങ്ങൾ കാണാൻ പോയ അടുത്ത ഷോ ഒരു ലൈവ് ആക്ഷൻ ഡ്രാമ പോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പം അത്യാവശ്യം നമ്മുടെ ആക്ഷൻ മൂവീസിലൊക്കെ കാണുന്ന രീതിയിൽ, ജെയിംസ് ബോണ്ട് മൂവീസിലൊക്കെ കാണുന്ന രീതിയിൽ ഫൈറ്റൊക്കെ ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിരുന്നു, പക്ഷെ എന്നാലും കാണാൻ നല്ല അടിപൊളി തന്നെയായിരുന്നു. ചിലർക്ക് ചിലപ്പം ബോറടിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇവർ നല്ല എഫേർട്ട് എടുത്തിട്ട് ഇത് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സഫാരി പാർക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മറൈൻ വേൾഡും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പുറത്താണ് സൂ വരുന്നത്. ഈ സൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ്. നമുക്ക് നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിളിലും പോകാം, അല്ലെങ്കിൽ സഫാരി പാർക്കിൻ്റെ ഒരു വെഹിക്കിളും ഉണ്ട്. അപ്പം 2 വെഹിക്കിളാണെങ്കിലും നല്ല സ്ലോയിൽ മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ, അതാണ് ഇവിടുത്തെ റൂള്. അപ്പം എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ആനിമൽസും തമ്മിൽ ഒരു വേലിയോ അങ്ങനത്തെ ഒരു സംഭവമില്ല. നല്ല ഫ്രീ ആയിട്ടാണ് ഇവിടെ ഇവർ ജീവിക്കുന്നത്. നമ്മൾ ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിൽ ആനിമൽസിനെ കാണുന്നൊരു ഫീൽ തന്നെയാണ് കേട്ടോ നമുക്ക് വരുന്നത്. ലയണൊക്കെ ഇത്രയും അടുത്തൊന്നും ഇത്രയും സൈസിൽ ഞാൻ കാണുന്നത് ഈ ഒരു സൂവിൽ വന്നിട്ടാണ്. അപ്പോൾ സൂ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വിട്ടത് ടെർമിനൽ 21 എന്ന് പറഞ്ഞിട്ടുള്ള തായ്ലൻഡിലെ ഒരു ഫേമസ് മോളിലേക്കാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ക്രൂസ് ഷിപ്പൊക്കെ വന്നിറങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് ഇവിടെ നിന്ന് ഡയറക്റ്റ് വാങ്ങാൻ പറ്റും. ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ ടൂർ ഗൈഡുമായിട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രൂസ് ഷിപ്പിൻ്റെ ടൈം വരുന്നത് 7 PM കേട്ടോ. പല സമയത്തും ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ ടൈം 7 PM ആയിരുന്നു. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഈ ഒരു മാളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തായ്ലൻഡിൽ ഉടനീളം ഞാൻ എക്സ്പ്ലോർ ചെയ്തപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർക്ക് യൂറോപ്യൻസിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഏരിയസ് നമ്മൾ നോക്കുകയാണെങ്കിലും ഇവർ യൂറോപ്യൻ സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാൾ നോക്കുകയാണെങ്കിലും യൂറോപ്യൻ ആർക്കിടെക്ചർ ആ ഒരു രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈവൻ ബാത്റൂംസ് ആണെങ്കിൽ കൂടി നല്ല ഹൈടെക് ആണ്, നീറ്റുമാണ്, യൂറോപ്യൻ സ്റ്റൈലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ ഒരു യൂറോപ്യൻ്റെ ട്രെയിനിൻ്റെ മോഡലാണ് ഓരോ ടോയ്ലറ്റ് റൂംസും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡ്രസ്സും സ്കിൻ കെയർ ഐറ്റംസൊക്കെ ഭയങ്കര വിലക്കുറവിന് കിട്ടും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു മാൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ കെയർ ആൻഡ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഏകദേശം 7 PM ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല വേറെ ആൾക്കാർക്കുമുള്ള പലതരത്തിലുള്ള ക്രൂസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ക്രൂസ് വരുന്നത് ചാവോപ്രായ പ്രിൻസസ് ക്രൂസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റർനാഷണൽ ക്വിസീൻസും അതുപോലെ തന്നെ ഇന്ത്യൻ ക്വിസീൻസും അവൈലബിൾ ആണ്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സീറ്റിങ്സിനനുസരിച്ച് മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. മേലത്തെ ഫ്ലോറാണ് കുറച്ചും കൂടെ വൈബ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പം മേലത്തെ ഫ്ലോർ ചൂസ് ചെയ്യാൻ നോക്കുക. അവിടെയാണ് DJയും സോങ്സും എല്ലാം ഉള്ളത്. Welcome to Tapia Princess, and we hope you are very happy tonight. And before we open the buffet line show,
ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.